ഹലോ, ഇന്ന് നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ബാക്ക്ഫ്ലോ ഇൻസെൻസ് ബേർണർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനതിന് സാധാരണ സ്റ്റോൺസാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഒരു സ്റ്റോണിൻ്റെ ബാക്കിൽ ഞാനൊരു ഫിഷിനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത് കാണുമ്പോൾ. അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അടിഭാഗം നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്നുള്ളതിൽ പെയിൻറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കല്ലുകളൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്തായാലും ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബാലൻസ് ചെയ്യണ ആ ഷേപ്പ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിൽ വേണം. അങ്ങനെ ഏറ്റവും മുകളിലേക്ക് വരുമ്പോൾ ചെറിയ കല്ല്, ഏറ്റവും താഴെ വലിയ കല്ല് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിക്കുന്നത്. ഏറ്റവും താഴെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള വലിയ കല്ലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അതിനേക്കാളും കുറച്ചും ചെറിയ കല്ല്, അങ്ങനെ വലിപ്പം കുറയണതിനനുസരിച്ച് മുകളിലേക്ക് കയറുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്പൊക്കെ ആക്കാം, എന്നാലേ നമുക്കതിങ്ങനെ ഒരു വാട്ടർഫോൾ പോലെ ഈ പുക ഇങ്ങനെ വരുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. നമ്മൾ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യണ കാരണം ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കി എവിടെയെങ്കിലും, അതായത് ശരിക്കും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടി കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ലാസ്റ്റ് പെബിളും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇത് വൺസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പെർഫെക്റ്റ് ആയില്ല ഈ ഷേപ്പ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതൊന്ന് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റണം തന്നെയാണ്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ബ്ലാക്ക് കളറിലുള്ള അക്രിലിക് പെയിൻറ്റും ബ്ലാക്ക് കളറിൽ തന്നെയുള്ള പേൾ പെയിൻറ്റുമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ബ്ലാക്ക് പെബിളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അത് വെച്ചിട്ട് തന്നെ നേരിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഞാൻ അടിയിൽ ഫിഷിൻ്റെ ഒരു പെബിളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഇതിൻ്റെ ഫുൾ ലുക്ക് എടുക്കുമ്പോഴും നല്ല ഭംഗി തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അടിയിൽ വർക്ക് ചെയ്തത്. ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഉള്ള ഭാഗത്തും നല്ല ബ്ലാക്ക് കളർ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം ഒരു വൈറ്റ് കളറിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. സൈഡിലും അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ടും കൂടിയും അടിച്ചാൽ മതി. അപ്പോൾ നല്ല ഉള്ളിലൊക്കെ നന്നായിട്ട് ആയിക്കോളും. ഇനി നമ്മൾ ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്ലാക്ക് കളറിൽ അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ പേൾ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ ബാക്ക്ഫ്ലോ കോൺ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പോർഷൻ ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് നോർമൽ എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ കോയിൻ വെച്ചിട്ട് അതിനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു എത്ര വട്ടത്തിൽ വേണം എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇത് വെച്ച് ബാക്കി വരുന്ന ക്ലേനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണ പോലെ ചെയ്യാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ കോയിൻ റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ക്വില്ലിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. പക്ഷെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ വേണമെന്നില്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അത് നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ട് അതിലൊരു ഹോൾ ഇടാനാണ് പോണത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഈ ബാക്ക്ഫ്ലോ കോണിൻ്റെ ബാക്കിലൊരു ഹോൾ ഉണ്ടാവും. അതേപോലത്തെ ഒരു ഹോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ട് ക്ലേനെ നമ്മൾ ഈ സ്റ്റോണിൻ്റെ പെബിളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പം ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട്, ബ്രഷിൻ്റെ ബാക്ക് ഭാഗം യൂസ് ചെയ്തിട്ട് ഒരു ഹോളാക്കി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോളിൻ്റെ ഒരു ഫുള്ളായിട്ട് നമ്മൾ പെബിൾമ വെക്കുമ്പോൾ മുഴുവനായിട്ട് ഈ ഹോള് കവറായി പോകരുത്. ചെറിയൊരു ഗ്യാപ്പ് വേണം. ഹോളിൻ്റെയും സ്റ്റോണിൻ്റെയും ഇടയിൽ കുഞ്ഞൊരു ഗ്യാപ്പ് വേണം. ഇപ്പം നമ്മുടെ വെറും സ്റ്റോണും കുറച്ച് എയർ ഡ്രൈ ക്ലേയും യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല അടിപൊളി ഹോം ഡെക്കോർ റെഡിയായി. ഇതിന് ബാക്ക്ഫ്ലോ ഇൻസെൻസ് ബേർണർ എന്ന് തന്നെയാണ് പറയുക. ഇതിൽ ബാക്ക്ഫ്ലോ കോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് കോൺ. ആ കോണിൻ്റെ ബാക്കിലൊരു ഹോൾ ഉണ്ടാവും. ഇൻ കേസ് നമുക്ക് ആ ഹോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ കോണിൽ ശ്രദ്ധിച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ പുക ബാക്കിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹോം ഡെക്കോറാണ് ബാക്ക്ഫ്ലോ ഇൻസെൻസ് ബേർണർ.